മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. സാഹചര്യങ്ങൾ മാറുമ്പോൾ, അസൂയയോ സ്വാർത്ഥതയോ പിണക്കങ്ങളോ ഉണ്ടാകുമ്പോൾ. നിങ്ങൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞ അതീവ രഹസ്യങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധമായി മാറിയേക്കാം. അതുകൊണ്ട് എത്ര വലിയ ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കാൻ അവരോടൊരിക്കലും പങ്കുവെക്കാൻ പാടില്ലാത്ത 4 വ്യക്തിപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അവസാനത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തുടങ്ങാം. 1. നിങ്ങളുടെ അടുത്ത വലിയ ലക്ഷ്യങ്ങളും പ്ലാനുകളും. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിലോ, വലിയൊരു കരിയർ മാറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വലിയ തുക നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിലോ, അത് ആരോടും മുൻകൂട്ടി പറയാതിരിക്കുക. ഇതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. 1. ചാണക്യതന്ത്രങ്ങൾ അനുസരിച്ച്. നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ അജയ്യനാകുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്ലാൻ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ തടയാൻ സാധിക്കും. 2. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് മുൻകൂട്ടി പറയുമ്പോൾ, നമ്മുടെ തലച്ചോറിന് ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന അതേ ആനന്ദമാണ് ലഭിക്കുന്നത്. ഇത് ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ ഊർജ്ജം കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിജയങ്ങൾ മാത്രം ലോകം കാണട്ടെ. അതിലേക്കുള്ള പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരിക്കട്ടെ. 2. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്നോ, നിങ്ങളുടെ ആകെ സമ്പാദ്യം എത്രയാണെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നിങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ പോലും അതിന്റെ അവസാന വശം അവരോട് വെളിപ്പെടുത്തരുത്. ചാണക്യനീതി അനുസരിച്ച് ധനം എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ വളരെ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ ഒരു ചെറുതല്ലാത്ത അസൂയയോ അല്ലെങ്കിൽ നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കടം ചോദിക്കാനുള്ള പ്രവണതയോ ഉണ്ടാകും. ഇല്ല എന്ന് പറയുമ്പോൾ അത് ആ സൗഹൃദത്തെ ബാധിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നാണ് നിങ്ങൾ സുഹൃത്തിനോട് പറയുന്നതെങ്കിൽ, മനുഷ്യസഹജമായ മനഃശാസ്ത്രം കാരണം അവർ നിങ്ങളെ വിലകുറച്ചു കാണാൻ തുടങ്ങിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പണത്തിന്റെ കണക്കുകൾ എപ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. 3. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളുമായോ പങ്കാളിയുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായോ ഉണ്ടാകുന്ന വഴക്കുകളും പ്രശ്നങ്ങളും ഒരിക്കലും വീടിന് പുറത്തുള്ളവരുമായി പങ്കുവെക്കരുത്. ഒരു നിമിഷത്തെ ദേഷ്യത്തിലോ സങ്കടത്തിലോ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ബലഹീനതകൾ മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവരുടെ കുടുംബത്തിലെ ബലഹീനതകൾ മനസ്സിലാക്കുക എന്നതാണ്. ഇന്ന് നിങ്ങൾ വിഷമം പങ്കുവെക്കുന്ന സുഹൃത്ത് നാളെ ഒരു പിണക്കമുണ്ടാകുമ്പോൾ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ മാനസികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പരിഹസിക്കാനോ സാധ്യതയുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. അത് പുറത്തു പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആത്മാഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. 4. മറ്റൊരാൾ നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞ രഹസ്യങ്ങൾ. ഒരുപക്ഷേ നിങ്ങളുടെ മറ്റൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു രഹസ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. അത് മറ്റൊരാളോട് ഒരിക്കലും പറയരുത്. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ ആരോടും പറയില്ല എന്ന ചിന്തയിലാണ് പലരും ഈ തെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓർക്കുക, മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അത് മറ്റൊരു സുഹൃത്തിനോട് പറയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പു നൽകാൻ കഴിയും? വിശ്വസ്തത എന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അധികാരമാണ്. നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യം നിങ്ങളുടെ സുഹൃത്തിനോട് പറയുമ്പോൾ ആ സുഹൃത്തിന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ബഹുമാനം പകുതിയായി കുറയും. ഇവൻ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നാളെ എന്റെ രഹസ്യങ്ങളും ഇവൻ മറ്റുള്ളവർക്ക് വിൽക്കുമെന്ന് അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. വിശ്വസ്തതയില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ഒരിക്കലും ഉയർന്ന വില ലഭിക്കില്ല. ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് പങ്കുവയ്ക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ തന്ത്രപ്രധാനമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.